വ്യവസായ മേഖല, പ്രവാസി മേഖല, ഇവയെക്കുറിച്ചെല്ലാം നയപ്രഖ്യാപനം വേണ്ടത്ര പരാമർശിച്ചു പോകുന്നില്ല. അതോടൊപ്പം തൊഴിലുറപ്പ് നിയമം ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടും പരാമർശമായി കാണുന്നില്ല. നമ്മുടെ നാട് ലോകശ്രദ്ധയിലേക്ക് ഉയർന്നതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന നടപടി. അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമെന്നത്. അതിന്റെ അടുത്ത ഘട്ടം ഈ നയപ്രഖ്യാപനത്തിൽ പരാമർശമായി കാണുന്നില്ല. ഇവിടെ ധവളപത്രത്തെക്കുറിച്ച് ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധനകാര്യ ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നയമാണ് യൂണിയൻ സർക്കാരിനുള്ളത്. അതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. അതായത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ പേരിന് പോലും പരാമർശിക്കുന്നില്ല. ഇപ്പോ നമ്മുടെ നാടിനെ വല്ലാതെ ബാധിച്ചതാണ് പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള നയപരിപാടികളോ സർക്കാരിന്റെ മുൻഗണനയായി കാണുന്നില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സ്വീകരിക്കുന്ന സമീപനം അതിനെക്കുറിച്ചുള്ള വിമർശനവുമില്ല. ഇവിടെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ബ്ലൂ എക്കണോമിയുണ്ട്. അതാണോ ഇവിടെ പിന്തുടരാൻ പോകുന്നത് എന്നതിലും വ്യക്തതയുണ്ടായിട്ടില്ല. റെയർ എർത്ത് മിനറൽസിന്റെ ഖനനം സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ്. അതിനെതിരെ ഒരു വാക്കും ഈ പ്രസംഗത്തിൽ കാണാനില്ല. അതേസമയം കേരളത്തിന്റെ സാമ്പത്തിക നില എന്തോ വല്ലാത്ത അപകടാവസ്ഥയിലാണ് എന്ന് വരുത്താനുള്ള ശ്രമം കാണുന്നുണ്ട്. ധവളപത്രം വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. പക്ഷേ നമ്മുടെ നാടിന്റെ സാമ്പത്തിക നില പരിശോധിക്കുന്ന ആർക്കും കാണാൻ കഴിയും സംസ്ഥാനത്തിന്റെ പൊതുകടം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 5% കുറയുകയാണ് ഉണ്ടായത്. 2021 39%. അത് 26 ആയപ്പോ 34% താഴെയാണ്. കടത്തിന്റെ കണക്കെടുത്താല് ഇന്ത്യയിലെ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കേരളമില്ല. അപ്പോ ഏറ്റവും മികച്ച ധനദൃഢീകരണമാണ് കേരളത്തിൽ നടന്നത് എന്താണ് കാണാൻ കഴിയുക. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ വിശദമായിട്ട് പോകുന്നില്ല. ധവളപത്രം വരട്ടെ. അപ്പോ കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് വ്യക്തമാക്കുന്നതായിരിക്കും നന്നാവുക.
നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ ഏത് നിലയിലും സാമ്പത്തിക വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പര്യാപ്തമായ ഒരു ഖജനാവ് എന്ന നിലയിലേക്ക് നമ്മുടെ നാടിന്റെ ഖജനാവ് മാറ്റാനായിട്ടുണ്ട്. അങ്ങനൊരു ഖജനാവാണ് LDF സർക്കാർ കൈമാറിയത്. 2021-26 LDF സർക്കാർ ആദ്യ സർക്കാർ അധികാരമൊഴിയുമ്പോൾ 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിക്കുന്നു. നേരത്തെ അത് പറഞ്ഞു. അത് റിസർവ് ബാങ്ക് തന്നെ അംഗീകരിച്ചതാണ്. അപ്പൊ 5429 കോടി രൂപയുടെ നീക്കിയിരിപ്പോടുകൂടിയാണ് സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തില് ഏറ്റവും ബൃഹത്തായ വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ക്ഷേമപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം തുടർച്ച ഉറപ്പുവരിക എന്നുള്ളത് പ്രധാനമാണ്. അത്തരമൊരു കാഴ്ചപ്പാട് ഈ നയപ്രഖ്യാപനത്തിൽ ഇല്ല എന്നതാണ് നിർഭാഗ്യകരമായ വശം. ഏതായാലും ഗവൺമെന്റ് തുടക്കമാണ്. ഇനിയും ഗവൺമെന്റ് മുന്നിൽ സമയമുണ്ട്. ഞങ്ങള് കഠിനമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യമേ പോവുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. കാര്യങ്ങൾ ഏത് തരത്തിലാണ് മാറുന്നതെന്ന് നോക്കാം. നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഏത് പരിപാടിക്കും ഞങ്ങൾ പിന്തുണ നൽകും. എന്നാൽ അതേസമയം നാടിന്റെ താൽപര്യത്തിന് ജനക്ഷേമത്തിന് എതിരായി എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ ഈ സർക്കാരിനോട് സ്വീകരിക്കുന്ന സമീപനമെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നയപ്രഖ്യാപനം ഉദ്ദേശ രീതിയിലായില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ അസംബ്ലിയിലും വ്യക്തമാക്കാവുന്നതാണ്. അത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്. കേന്ദ്ര ഗവൺമെന്റുമായി സാധാരണഗതിയിൽ നല്ല ബന്ധം സംസ്ഥാനം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അനുഭവമുണ്ട്. നമ്മളോടുള്ള അനുഭവം, എല്ലാ സംസ്ഥാനങ്ങളോടും കാണിക്കുന്ന അനുഭവം, അത് സാമ്പത്തിക ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ്. ഒരു ഘട്ടത്തിലും ആ ഫെഡറലിസം അംഗീകരിക്കുന്ന നിലപാടല്ല കേന്ദ്ര ഗവൺമെന്റ് തുറന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അത് വ്യക്തമാക്കിയില്ല എന്നുള്ളതാണ് ഇതിലുള്ള ദൗർബല്യം. കേന്ദ്രവുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നതിൽ സംസ്ഥാനത്തെ തെറ്റു പറയാനാവില്ല. പക്ഷെ നമ്മുടെ അനുഭവം നേരെ മറിച്ചാണ്. ആ നിലപാട് വ്യക്തമാക്കണമായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.